ഞങ്ങൾ നാട്ടുംപുറത്തുകാരുടെ വിഷു തലേ ദിവസത്തെ കുറച്ച് കാഴ്ചകളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഒന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ചിത്രശില്പം വ്ളോഗിൻ്റെ വിഷു ആശംസകൾ നേരെയാണ്. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. വിഷു തലേ ദിവസം ഞങ്ങൾ രാവിലെ ഒരു 9:30-10 മണിക്കൊക്കെയാണ് കേട്ടോ കണിക്കൊന്ന ഇറക്കാനൊക്കെ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ വന്നപ്പോഴേക്കും കണിക്കൊന്ന താഴത്തുള്ള പൂക്കളൊക്കെ ഒരുവിധം ആൾക്കാർ അറുത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ബാലൻസ് അവിടെ ഇവിടെയൊക്കെ ഉള്ള ഓരോ കൊമ്പല അങ്ങനെയുള്ള പൂക്കളൊക്കെ പറിച്ച് നമുക്ക് കുറച്ച് പൂക്കൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാടൊന്നും അധികം വേണ്ട, കണി കാണാൻ ഇത്തിരി പൂക്കൾ മതിയല്ലോ. കണിക്കൊന്ന കിട്ടി. ഇനിയിപ്പോൾ അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്ലാസ്റ്റിൻ്റെ എല്ലാം തേടിയിട്ടാണ് കേട്ടോ ഞങ്ങളുടെ നടത്തം. അങ്ങനെ 2 സ്ഥലത്ത് പോയപ്പോഴേക്കും അവിടെ മരം മാത്രമേ കേട്ടോ ഉണ്ടായിരുന്നുള്ളൂ, അതിലൊരൊറ്റ ഇല പോലും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയെന്നറിയോ, വിഷുവിൻ്റെ ഒരാഴ്ച മുന്നേ ഒക്കെ ഈ ഒരു ഇലയൊക്കെ പറിച്ചിട്ട് അവർ ഫ്രിഡ്ജിൽ കൊടുന്ന് വയ്ക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്റിൻ്റെ ഇലയിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് കിട്ടാത്ത കാരണം ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നതൊക്കെ ഇങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ നമ്മുടെ എലമംഗലത്തിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അപ്പോൾ ഈ ഒരു എലമംഗലത്തിൽ അട ഉണ്ടാക്കിയാൽ ഒരു പ്രത്യേകമാണോ, അതേപോലെ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ അടയ്ക്ക് വലിപ്പം ഉണ്ടാവില്ല എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ കുറച്ച് തൂമ്പ ഇലയും അതേപോലെ കുറച്ച് മൂത്ത ഇലയൊക്കെ അറക്കുകയാണ് കേട്ടോ. മരം അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തുള്ള ആ ഒരു ഇലകളൊക്കെയാണ് പറിക്കണത്. അങ്ങനെ ഇലയും പൂക്കളൊക്കെ വീട്ടിൽ കൊടുന്ന് വെച്ചു. ഇനിയിപ്പോൾ വേറെയും കുറച്ച് അല്ലറ ചില്ലറ പണികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും റിച്ചുവിന് ഛർദിയും അതേപോലെ വയറുവേദനയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പം നമ്മുടെ കടമ്പഴിപ്പുറത്തുള്ള സാറുള്ള ഡോക്ടറിനെയാണ് കേട്ടോ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ മരുന്ന് വാങ്ങുമ്പോഴേക്കും ഏട്ടനും റിച്ചും തുമ്പിക്കുട്ടിയും പോയിട്ട് പടക്കങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് പടക്കങ്ങളൊക്കെ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുവിധം പടക്കങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവർ കുറച്ച് പടക്കങ്ങളാണ് വാങ്ങിയിട്ടുള്ളത്. പിന്നെയും കടകളുണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വ്യത്യസ്തമായ പടക്കങ്ങളൊക്കെ വാങ്ങാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ നിന്ന് കുറച്ചേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പച്ചക്കറി മേടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ PKക്കാണ് കേട്ടോ പോണത്. PK ബേക്കറി കടമ്പഴിപ്പുറത്തെ. അവിടെ നിന്ന് കണി വെക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സുകൾ വാങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വിലയാണ് കേട്ടോ. അതിൻ്റെ തലേ ദിവസം പോലും ഓറഞ്ചിനൊക്കെ 1 കിലോ 50 രൂപ അല്ലെങ്കിൽ 1.5 കിലോ 50-നൊക്കെ കൊടുത്തിരുന്ന ഓറഞ്ചിന് 1 കിലോ 120, അതേപോലെ 100 രൂപയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കണി വയ്ക്കാനായിട്ട് കുറച്ച് ഫ്രൂട്ട്സുകളാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. മുന്തിരി മേടിച്ചു, അതേപോലെ മാതളം മേടിച്ചു, പിന്നെ ഓറഞ്ച് മേടിച്ചു. അങ്ങനെ അതെല്ലാം വാങ്ങൽ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ വീട്ടിൽ പോയിട്ട് ഒരുപാട് പണികളുണ്ട് കേട്ടോ. അപ്പം വിഷുവിൻ്റെ തലേ ദിവസമല്ലേ, നമുക്ക് അട ഉണ്ടാക്കണം. അങ്ങനെ രാവിലെ കൊടുന്ന് വെച്ചതാണ് കേട്ടോ ഇല. അങ്ങനെ വെള്ളത്തിലിട്ട് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുകയാണ്. അട ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോഴേക്കും മക്കൾ ഇവിടെ വാശി പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പടക്കം പൊട്ടിക്കുക, എല്ലായിടത്തും പടക്കം പൊട്ടിക്കാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ വേഗം ഇലയൊക്കെ കഴുകിയെടുത്തു. അതിനുശേഷം വേഗം അട ഉണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാവ് നന്നായി കുഴച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ശർക്കരയും തേങ്ങയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇല കഴുകിയതൊന്ന് തുടച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ അട പരത്താൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അതിനുശേഷം കുഞ്ഞടയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഇലയിൽ കിട്ടുള്ളൂ. പക്ഷെ ആ ഒരു അടയ്ക്ക് ഒരു പ്രത്യേകമാണോ, അതേപോലെ ഒരു പ്രത്യേക ടേസ്റ്റും കൂടിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടയൊക്കെ പരത്തി അതൊന്ന് മടക്കിയിട്ടൊരു ഈർക്കലും കൂടി കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ 2 സൈഡിലും ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട് ഈർക്കല കുത്തി കൊടുത്തിറക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് ഇലയിലാണ് അട ഉണ്ടാക്കുക വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മുടെ നാട്ടിൽ ഒന്ന് പ്ലാച്ചിൻ്റെ ഇലയിൽ, അതേപോലെ രണ്ടാമത്തെ ഈ ഒരു എലമംഗലത്തിൻ്റെ ഇലയിൽ, പിന്നെ മൂന്നാമത്തെ വാഴൻ്റെ ഇലയിലാണ്. അങ്ങനെ അടയൊക്കെ വേവിക്കൽ കഴിഞ്ഞു. ഞങ്ങൾ ഓരോന്ന് 2 കഴിക്കൽ കഴിഞ്ഞു. അതേപോലെ കണി വയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഏട്ടൻ പടക്കം പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ചാട്ടാന്ന് പറഞ്ഞൊരു പടക്കമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് വല്ലാണ്ട് അങ്ങോട്ട് കത്തണില്ല. അപ്പോൾ ഞങ്ങൾ ഏട്ടനെ കളിയാക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങളിനി ഓരോരുത്തർ ഓരോരോ പടക്കങ്ങൾ ഇനിയിപ്പോൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ കാണാം അല്ലേ.
നമ്മുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അങ്ങനെ വിഷുവൊക്കെ എല്ലാവരും അടിച്ചു പൊളിക്കുക. ഞങ്ങളിതവിടെ വിഷുവൊക്കെ അടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതാ തുമ്പിക്കുട്ടിക്ക് നല്ല പേടിയാണ് കേട്ടോ കമ്പിത്തിരി കത്തിക്കാനൊക്കെ. അപ്പോൾ അതാ ഏട്ടൻ അവളുടെ കൈ പിടിച്ചിട്ടൊക്കെയാണ് കേട്ടോ കമ്പിത്തിരി കത്തിക്കണത്. അപ്പോൾ ഫസ്റ്റ് മാത്രമേ കേട്ടോ പേടി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾ ഒറ്റയ്ക്ക് കത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പടക്കങ്ങളൊക്കെ കത്തിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, അതേപോലെ കുട്ടികളേനൊക്കെ ശ്രദ്ധിക്കുക. പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ വിഷു കൊല്ലത്തിലൊരിക്കലേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ മാക്സിമം അടിച്ചു പൊളിക്കുക. അങ്ങനെ ഞങ്ങളെല്ലാവരും കമ്പിത്തിരിയൊക്കെ കത്തിക്കുകയാണ്. പിന്നെ ഇനിയിപ്പോൾ കണി വയ്ക്കാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്താനുണ്ട്. ഇപ്പം തന്നെ സമയം ഏകദേശം ഒരു 9:30, 9:45, 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നമുക്ക് ഫുഡ് കഴിക്കണം. കണി വയ്ക്കാനുള്ള എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ വിഷു ദിവസത്തെ വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാണാൻ മറക്കരുത് കേട്ടോ.